മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ടൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ക്വസ്റ്റൻ ആണ് ഇതേണ്ട ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് താഴെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി അതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റീസണും കൂടെ നമ്മൾ കൊടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസും കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് നമുക്കത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടണം? 1 കിട്ടണം. ഓക്കെ, ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് 4 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് 4ൻ്റെ ടേബിൾ ഒന്ന് എഴുതുക. സോ 4, 8, 12, 16 എക്സെട്ര. ഓക്കെ, നമുക്കിനി എന്താ വേണ്ടത്? റിമൈൻഡർ ആയിട്ട് 1 ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പം സിമ്പിളായിട്ട് ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ മതി, നമുക്ക് വേണ്ട സീക്വൻസ് കിട്ടും. സോ 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം 5, 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം 9, 12ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം 13, 16ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം 17. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇനി ഈ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നറിയാനായിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പം കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടേം ഇതിൽ നിന്ന് എടുക്കുക. ഞാനിപ്പോൾ 9 എടുത്തു, ഇതിൻ്റെ പ്രീവിയസ് എലമെൻ്റ് ആയിട്ട് ഇവിടെ 5 ആയതുകൊണ്ട് ഞാൻ 5 എടുക്കുന്നു. സോ 9 - 5 കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടും. കഴിഞ്ഞിട്ടില്ല, ഇതുപോലെ തന്നെ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും കൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ 13 എടുക്കുന്നു, 13 - 9 ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 4 തന്നെ ആയിരിക്കും. സോ എനിക്ക് രണ്ട് കേസിലും സെയിം ആയിട്ടുള്ള ഒരു കോമൺ ഡിഫറൻസ് കിട്ടിയോണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചാൽ കോമൺ ഡിഫറൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ മീനിങ് തന്നെ നമുക്കൊരു സീക്വൻസ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ 2 നമ്പേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 13 ഓർ 9 എടുത്തു കഴിഞ്ഞാൽ അതിന് കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് കാണും. അല്ലെങ്കിൽ ഈ 2 ടേമിന് ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടൊരു നമ്പർ കിട്ടും, അതാണ് 4. ഓക്കെ, 17 - 30 ചെയ്താലും നമുക്ക് 4 കിട്ടും. ഈ സീക്വൻസ് ഇങ്ങനെ ചെയ്തു പോയിട്ട് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് 2 ടേം എടുത്ത് മൈനസ് ചെയ്താലും നമുക്ക് ഈ 4 എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനായി നമുക്ക് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റി ആവും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ 1 or 2. ഓക്കെ, ഇവിടെ നമുക്ക് റിമൈൻഡർ ഏതൊക്കെയാണ് വേണ്ടത്? 1ഉം 2ഉം. കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യനിലോ റിമൈൻഡർ 1 മാത്രം ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? 4ൻ്റെ മൾട്ടിപ്പിളിൽ നമ്മൾ 1 മാത്രമാണ് ആഡ് ചെയ്തത്. ഇവിടെ വരുമ്പോൾ എന്താകും? ആ 1ൻ്റെ കൂടെ 2ഉം 1ഉം 2ഉം നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഈ 2 ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്താണോ നോക്കണം, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേന്ന് നോക്കണം. ഓക്കെ, നമുക്ക് അതും കൂടെ ഒന്ന് എങ്ങനെ ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും എന്താ 4ൻ്റെ ഡിവിഷൻ തന്നെയാണ് പറയുന്നത്. സോ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നു? 4ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ എഴുതും. സോ 4, 8, 12, 16. ഓക്കെ, നമുക്ക് പറഞ്ഞേക്കുന്ന റിമൈൻഡർ ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ടേമിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? 1ഉം ആഡ് ചെയ്യുന്നു, 2 ആഡ് ചെയ്യുന്നു. സോ 4ൻ്റെ കൂടെ ഫസ്റ്റ് 1 ആഡ് ചെയ്യുന്നു. 4 + 1 ചെയ്യുമ്പോൾ എനിക്ക് 5 എന്ന് കിട്ടുന്നു. ഇനി 4 + 2 ചെയ്യുമ്പോൾ എനിക്ക് 6 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത് ഞാൻ എന്താ 8 എടുക്കുന്നു. 8 + 1 ചെയ്യുമ്പോൾ എനിക്ക് 9 എന്ന് കിട്ടുന്നു. 8 + 2 ചെയ്യുമ്പോൾ എനിക്ക് 10 എന്ന് കിട്ടുന്നു. ഇനി ഞാൻ എന്താ 12നെ എടുക്കുന്നു. 12 + 1 ചെയ്യുമ്പോൾ എനിക്ക് 13 എന്ന് കിട്ടുന്നു. 12 + 2 ചെയ്യുമ്പോൾ എനിക്ക് 14 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇപ്പോൾ എന്തായി? എനിക്ക് എൻ്റെ സീക്വൻസ് കിട്ടി. ഈ സീക്വൻസിന് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെന്ന് അറിയാനായിട്ട് കുറച്ച് മുന്നേ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. ആദ്യം ഞാൻ ഈ 6നെ എടുക്കുന്നു, 6 - 5 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ് അതിൻ്റെ ഡിഫറൻസ് കിട്ടാൻ പോകുന്നത്? 1 ആണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത ടേമായിട്ടുള്ള ഈ 9നെ ഞാൻ സെലക്ട് ചെയ്യുന്നു. 9 - അതിൻ്റെ മുന്നത്തെ ടേമായിട്ടുള്ള 6നെയും കൂടെ സെലക്ട് ചെയ്യുന്നു. 9 - 6 ചെയ്തപ്പം എനിക്ക് കിട്ടുന്ന ഡിഫറൻസ് 3 ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും. ആദ്യം കിട്ടിയത് 1ഉം രണ്ടാമത് കിട്ടിയത് 3ഉം ആണ്. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു കോമൺ ഡിഫറൻസ് ഇല്ല. സോ ഇതെന്താ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ,
ഇങ്ങനെയാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇതിനൊരു കോമൺ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കോമൺ ഡിഫറൻസിൻ്റെ പാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ല എന്നുള്ള റീസൺ തന്നെ നമ്മൾ പറയുന്നത് ഇതിനൊരു കോമൺ ആയിട്ട് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 15 ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും സിമ്പിളാണ് ചെയ്യാനായിട്ട്. എങ്ങനെ ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 2 ടേം തന്നിട്ടുണ്ട്. ബാക്കി 3ാമത്തെ ടേമിനെയും 4ാമത്തെ ടേമിനെയും നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 42 കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് 42 മൈനസ് 24 ചെയ്താൽ മതി. നമുക്കപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് കിട്ടും? 18 എന്ന് പറയുന്നൊരു കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 42ൻ്റെ കൂടെ 18 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പം തേർഡ് ടൈം കാണാനായിട്ട്, അതായത് അപ്പോൾ നമുക്ക് x3 കണ്ടുപിടിക്കാനായിട്ട് 42 പ്ലസ് അതിൻ്റെ കോമൺ ഡിഫറൻസും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് 42 പ്ലസ് 18 നമുക്ക് എത്ര കിട്ടും? 60 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ആയിരിക്കും 16. ഇനി അടുത്ത കണ്ടുപിടിക്കാനായിട്ടും സിമ്പിളാണ്. 16ൻ്റെ കൂടെ ഒരു 18 ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അടുത്ത ടൈം നമുക്ക് കിട്ടാൻ പോകുന്നത് x4 കിട്ടാൻ പോകുന്നത് 16 പ്ലസ് 18 ആയിരിക്കും. 16 പ്ലസ് 18 എത്ര? 78. അപ്പോൾ ഈ ഒരു ടൈം ആയിരിക്കും 78. ഇത്രയും സിമ്പിളാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ അടുത്ത ടൈമിനെ കണ്ടുപിടിക്കാനായിട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതും സിമ്പിളാണ്. കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ 42 മൈനസ് 24 ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് പറയുന്ന ഒരു കോമൺ ഡിഫറൻസ് കിട്ടും അല്ലേ. ഇനി അടുത്ത ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? 42 പ്ലസ് 18 ചെയ്തപ്പോഴത്തേന് നമുക്ക് 60 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി. ഓക്കെ, റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്യുന്നു. ഇനി ലെഫ്റ്റ് സൈഡിലെ ഒരെണ്ണം കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അത് ചെയ്യാനായിട്ട് സിമ്പിളാണ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫസ്റ്റ് ടൈമിനെ കിട്ടാനായിട്ട് നമ്മൾ 24 മൈനസ് 18 ചെയ്താൽ മതി. അപ്പോൾ 24 മൈനസ് 18 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 6 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അപ്പം ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് ചെയ്യുക. ഓക്കെ, എന്തിനെ? കോമൺ ഡിഫറൻസിനെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് ചെയ്യുക, ഇങ്ങോട്ട് വരെ മൈനസ് ചെയ്യുക. ഇത്രയും സിമ്പിളാണ് അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിനെ കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും അപ്പോൾ ചെയ്യുക? 24 മൈനസ് 18 ചെയ്യുമ്പോൾ ഈ ടൈം കിട്ടും. കിട്ടുന്ന ടൈമിനെ മൈനസ് 18 ചെയ്യുമ്പോൾ ഈ ഒരു ടൈമും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ടൈമാണ്. ഈ ടൈമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്തല്ല കിടക്കുന്നത്, ഒരു പൊസിഷൻ കഴിഞ്ഞാണ് 42 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കിനി നോക്കാം. ഓക്കെ, നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കോമൺ ഡിഫറൻസ് ഇസിക്കൽ ടു ആദ്യം ഈ 42 മൈനസ് 24 തന്നെ ചെയ്യുക. 42 മൈനസ് 24 ചെയ്യുക. ഇനി ഇവിടെ വരാൻ പോകുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തല്ലാത്തതുകൊണ്ട് തന്നെ എത്രാമത്തെ ടേമാണ് 42 എന്ന് കണ്ടുപിടിക്കുക. അതായത് 24ൽ നിന്ന് ഒരു ടേം നെക്സ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ 2 ടേം കഴിഞ്ഞിട്ടാണ് 42 വന്നത്. സോ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു ആൻസറിൽ നിന്ന് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി, നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. സോ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. 18 ഡിവൈഡഡ് ബൈ 2 9 എന്ന് കിട്ടും. അപ്പം ഈ ഒരു ക്വസ്റ്റിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഓക്കെ, 9 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷനിലുള്ളത് സിമ്പിളായിട്ട് കിട്ടും. അതായത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 24 പ്ലസ് 9 ആയിരിക്കും. ഓക്കെ, അതായത് 33. ഈ ഒരു ടേം 33 ആയിരിക്കും. അതുപോലെ തന്നെ x4 ചെയ്യാനായിട്ടും സിമ്പിളാണ്. 42 പ്ലസ് 9 ചെയ്താൽ മതി. അതിൻ്റെ ആൻസർ നമുക്ക് 51 എന്നും കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ അല്ല എന്നറിയാനായിട്ട് ജസ്റ്റ് 33 പ്ലസ് 9 ചെയ്താൽ മതി, നമുക്ക് ഈ പറയുന്ന 42 തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ ആൻസർ കറക്റ്റ് ആണുള്ളത്. ഇനി അപ്പം ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതും സിമ്പിളാണ്. കുറച്ച് മുന്നേ നമ്മൾ ചെയ്തത് പൊസിഷൻ എണ്ണിയിട്ടാണെങ്കിൽ ഇവിടെയും സെയിം മെത്തേഡ് തന്നെ. 24ൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു ടൈം, നെക്സ്റ്റ് വരാൻ സെക്കൻഡ് ടൈം, ഇതാണ് തേർഡ് ടൈം. സോ നമ്മൾ എന്ത് ചെയ്യണം? 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ കോമൺ ഡിഫറൻസിനെ കിട്ടും. ഓക്കെ, ഇത്രയും സിമ്പിളാണ്. മിസ്സിംഗ് ടൈം എത്ര ഉണ്ടെന്ന് നമ്മൾ എണ്ണിയിട്ട് ജസ്റ്റ് ചെയ്താൽ മതി. കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ 2 പൊസിഷനാണ് നമുക്കില്ലാത്തത്. സോ അതിലൂടെ +1 ചെയ്തിട്ട് 3 കിട്ടും. ആ 3 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും വെരി സിമ്പിളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ചില പർട്ടിക്കുലർ ടേംസ് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ
മൂന്നാമത്തെ ടേം 34 ആണെന്നും ആറാമത്തെ ടേം 67 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമത്തെ 5 ടേമിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ മൂന്നാമത്തെ ടേമിനെയും ആറാമത്തെ ടേമിനെയും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ ആദ്യമത്തെ 5 ടേമിനെ നമ്മൾ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഈ വലിയ ടേമിനെ എഴുതുന്നു, അതായത് x6 = 67 എന്ന് എഴുതുന്നു. രണ്ടാമതായിട്ട് എനിക്ക് തന്നേക്കുന്ന ചെറിയ ടേമിനെ ഞാൻ എഴുതുന്നു, അതായത് x3 = 34 എന്ന് എഴുതുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണാം. ഓക്കെ, അപ്പം 6 - 3 ചെയ്യുമ്പോൾ നമുക്ക് x3 എന്ന് കിട്ടും. അതുപോലെ തന്നെ 67 - 34 ചെയ്യുമ്പോൾ നമുക്ക് 33 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? x = 33 / 3 ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ ആയിട്ട് 11 കിട്ടും. ഇതായിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം. ഓക്കെ, നമുക്ക് x3യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഉണ്ട്. ഇതിൽ നിന്ന് ഒരു 2 വാല്യൂവിൻ്റെ കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. ഈ ഒരു ടെക്നിക്കാണ് നമ്മളിതിൽ ഉപയോഗിക്കാൻ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള x3 മൈനസ് 2 ടേമിൻ്റെ കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നത്. സോ 2 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x3യുടെ വാല്യൂ 34 ആണ്, മൈനസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് 11 ആണ്. ഓക്കെ, അപ്പം 34 - 22 നമുക്കപ്പം ഫൈനൽ ആൻസർ എത്ര കിട്ടും? 12 എന്ന് പറയുന്നൊരു ആൻസർ കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന 12 എന്ന് പറയുന്നത് x1 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യമത്തെ 5 ടേമിനെ കണ്ടുപിടിക്കുന്നത്. സോ നമുക്കിപ്പം ഫസ്റ്റ് ടേം 12 ഉണ്ട്, ഇതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിക്കൂട്ടി പോകുന്നതായിരിക്കും അടുത്ത ടേം. സോ 12 പ്ലസ് കോമൺ ഡിഫറൻസ് അഥവാ 12 പ്ലസ് 11 എന്ന് പറയുന്നതായിരിക്കും നെക്സ്റ്റ് ടൈം. അപ്പം 12 പ്ലസ് 11 23, 23 പ്ലസ് 11 34, 34 പ്ലസ് 11 45, 45 പ്ലസ് 11 56. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കൂടെയാണ് നമുക്ക് ഈ ഒരു ഫുള്ള് ആൻസറും ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വാട്ട് ഈസ് ദ 25th ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21. അതായത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 1, 11, 21 എന്ന് പറയുന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് നമ്മളിലുണ്ട്. ഇതിൻ്റെ 25ാമത്തെ ടേമിനെയാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഇതും വെരി സിമ്പിളാണ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതും കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതുന്നു 1, 11, 21. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x25 ആണ്. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ കോമൺ ഡിഫറൻസ്. സോ കോമൺ ഡിഫറൻസ് = 11 മൈനസ് 1 ചെയ്യുന്നു 10. നമുക്കിപ്പം 10 എന്ന് പറയുന്ന ഒരു കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ടേം ഉണ്ട്. ഫസ്റ്റ് ടേമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിപ്പോയാലാണ് എനിക്ക് 25th ടേം കിട്ടുക എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടേമിൽ നിന്ന് 24 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് 25ാമത്തെ ടേം കിട്ടുക. സോ ആ ഒരു ലോജിക്കാണ് നമ്മൾ 25ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം x25 = ഫസ്റ്റ് ടേം പ്ലസ് 24 പ്രാവശ്യം എന്ത് എൻ്റെ കോമൺ ഡിഫറൻസ് എനിക്ക് കൂട്ടിപ്പോണം. സോ 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ 1 പ്ലസ് 24 ഇൻറ്റു 10 ഈക്വൽ 1 പ്ലസ് 240. നമ്മുടെ ആൻസർ എത്ര വരും? 241. ഇതായിരിക്കും നമ്മുടെ 25ാമത്തെ ടേം. ഇനി ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്ന ടേം ഏതാണോ, സപ്പോസ് അത് 30 ആണെന്ന് ഓർക്കുക. ഫസ്റ്റ് ടേം നമ്മുടെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, 30 - 1 ചെയ്താൽ മതി. 30 - 1 ചെയ്യുമ്പോൾ നമുക്ക് 29 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇതേ ഇൻറ്റു നമ്മുടെ കോമൺ ഡിഫറൻസ് ചെയ്യുക. ഈ കിട്ടിയ ആൻസറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? പ്ലസ് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള 1നെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഇത് ഞാൻ 30 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ള ഒരു എളുപ്പവഴിയാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള 25. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത അതേ ടെക്നിക്ക് തന്നെ. 10th ടേം നമുക്ക് തന്നിട്ടുണ്ട്, 11th ടേമും തന്നിട്ടുണ്ട്.
നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത അതേ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ടേമും ആദ്യത്തെ 5 ടേമും എഴുതാനായിട്ട് സിമ്പിളായിട്ട് പറ്റും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 101 എന്ന് പറയുന്ന ഈ ഒരു ടേം ഈ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതും സിമ്പിളാണ്. എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തന്നേക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിനെ ഞാൻ എടുത്തെഴുതുന്നു. 13, 24, 35. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 101 ഇതിലെ ടേം ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സിമ്പിളായിട്ട് ഇതിൻ്റെ കോമൺ ഡിഫറൻസിനെ ഞാൻ കണ്ടുപിടിക്കുന്നു. കോമൺ ഡിഫറൻസ് ഇസിക്കൽ ടു 24 മൈനസ് 13. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എനിക്ക് കോമൺ ഡിഫറൻസ് ആയിട്ട് 11 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 101 ഇതിലെ ടേം ആണോ അല്ലയോ അത് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 101 മൈനസ് ഫസ്റ്റ് ടേം. ഓക്കെ, അതായത് 101 മൈനസ് 13 ചെയ്യണം. അപ്പോൾ എനിക്ക് ആൻസർ ആയിട്ട് 88 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഇനി ഇവിടെ കിട്ടിയേക്കുന്ന ഈ ഒരു ആൻസറിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 88 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ചെയ്യണം. അതായത് 88 ഡിവൈഡഡ് ബൈ 11. സോ എനിക്കിത് ചെയ്യുമ്പോഴത്തേന് എനിക്ക് എന്ത് ആൻസർ ആയിട്ട് കിട്ടും? 8 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു നമ്പറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇതെന്ന് പറയുന്നത് 101 എന്ന് പറയുന്നത് ഈസ് എ ടേം ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഇതേപോലെ ഒരു ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും സംതിങ് റിമൈൻഡർ വന്നിട്ടുള്ള ഒരു ആൻസർ വല്ലതും ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ പറയുന്ന 101 എന്ന് അല്ലെങ്കിൽ ഏതാണോ എനിക്ക് തരുന്ന ആ ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണ്. ഇനി എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം അല്ല. സോ ഈ സെയിം സീക്വൻസിൽ തന്നെ 1001 ടേം ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഈ ഒരു സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഇതേപോലെ ഒരു നമ്പർ കിട്ടില്ല. സോ നമുക്ക് പറയാൻ പറ്റും ഈ 1001 എന്ന് പറയുന്ന ഒരു ടേം ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം അല്ല എന്ന് പറയാൻ പറ്റും. ഈ ഒരു സെയിം മെത്തേഡിൽ കൂടെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുക. ഇത് അതിൻ്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ. സോ ഇപ്പം ചെയ്ത സെയിം മെത്തേഡിൽ കൂടെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലത്തെ ലൈവ് സെഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തേക്കുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഉടൻ തന്നെ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും.